ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഞാൻ എൻ്റെ ഇഷ്ടം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു തട്ടിക്കൂട്ടൽ പഴംപൊരി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് പഴംപൊരി കഴിക്കാൻ ഒരു കൊതിയൊക്കെ ഉണ്ടായിട്ടോ. കൊതി മാത്രം പോരല്ലോ, പഴം വേണ്ടേ. അപ്പോൾ കെട്ടിയനെ കടയിലൊക്കെ വിട്ട് പഴമൊക്കെ വാങ്ങിച്ചിട്ടോ. എന്നാൽ പിന്നെ സമയം കളയാതെ പഴത്തിന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതൊക്കെ മുറിച്ചെടുത്തോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കി വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ആ പഴംപൊരി ഉണ്ടാക്കുന്നത് കുറച്ച് വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. പക്ഷെ അത് റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു സംഭവം, ഒരു വെറൈറ്റി ഉണ്ട്. കാരണം നമ്മൾ ഇതുവരെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ കുറച്ച് പൊങ്ങി വരാൻ വേണ്ടി ബേക്കിംഗ് സോഡ പൗഡറുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കണമല്ല. കാരണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. പകരം നമ്മളതിലേക്ക് പകരം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഉള്ളതല്ല കേട്ടോ. നമ്മൾ ഇന്ന് രാവിലത്തെ ദോശമാവ് ഉണ്ടായിരുന്നു, ഉഴുന്ന് ദോശമാവ്. ആ മാവാണ് കുറച്ച് മൈദേൻ്റെ കൂടെ മിക്സ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്. കാരണം ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതിന് നമ്മൾ കടയിൽ വാങ്ങണ ഈ പഴംപൊരിയുടെ ഒരു ടേസ്റ്റ് അതിന് വരുന്നുണ്ട്. സൈസൊന്നും അങ്ങനെ വന്നിട്ടില്ലെങ്കിലും സൈസ് വരണമെങ്കിൽ നമ്മൾ ഒരുപാട് ബേക്കിംഗ് സോഡ ഒക്കെ കൂട്ടുകയാണ്. പക്ഷേ അതൊന്നും കൂട്ടിയില്ലെങ്കിൽ പക്ഷെ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുമ്പ് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ദോശമാവ് ഉണ്ടാവില്ല, ദോശമാവ് ഉണ്ടാകുമ്പോൾ പഴം ഉണ്ടാവില്ല. അങ്ങനെ നിന്ന സമയത്താണ് ഇപ്പോൾ രണ്ടും മിക്സായി രണ്ടും ഒരുമിച്ച് നമ്മളെ വീട്ടിലുണ്ടായപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പം സംഭവം അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കട്ടെ. കാരണം ഈ നമ്മൾ പഴംപൊരി എല്ലാവരും വീടുകളിൽ 4 മണി പിള്ളേരായിട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ദോശമാവൊക്കെ അരിമാവല്ല, ഉഴുന്ന് ദോശമാവ് കേട്ടോ, ആ ഒരു മാവ് വീട്ടിലുണ്ടായി എന്നെങ്കിൽ എല്ലാവരും ഒന്ന് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കൂടെ നമ്മൾ ചൂടുള്ള പഴംപൊരിയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം നല്ല മഴയാണ്. ആ മഴയത്ത് നമുക്ക് ഈ ചൂടുള്ള കട്ടൻ ചായയും പഴംപൊരിയും അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്നൊന്നും പറയില്ല. എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒത്തു വന്നാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ആ ടേസ്റ്റ് ഉണ്ട്. സൈസ് ഞാൻ പറയുന്നില്ല, കാരണം സൈസ് നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ഉപയോഗിക്കണം. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ താങ്ക് യു.